ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിലെ താഴ്ന്ന മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഗംഗാനദി അപകടനിലയ്ക്ക് മുകളിൽ ഒഴുകുകയാണിപ്പോൾ. വിനിത വിജി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. ഗംഗാനദിയെക്കുറിച്ച് ആദ്യം പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗംഗാനദി കരകവിഞ്ഞൊഴുകുകയാണ്. ആ പ്രദേശത്തെ മേഖലകളിലെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ആ മേഖലകളിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആളുകൾക്കൊക്കെയായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ്. ഈ വീടുകളിൽ വെള്ളം കയറിയ ആളുകൾ അവിടെ നിന്നൊക്കെ മാറി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ചില രസകരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ഗംഗാനദി ഇങ്ങനെ വീടുകളിലേക്കൊക്കെ ഈ വെള്ളം എത്തുന്നത് കണ്ട് ചില ആളുകൾ അവിടെ എത്തി അവർ പുഷ്പങ്ങൾ അർപ്പിക്കുകയും പ്രത്യേകം പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വീഡിയോകളൊക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയും പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് പറയുന്നത്. ഡൽഹിയിലടക്കം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാവിലെ ഡൽഹി NCR മേഖലകളിലൊക്കെ ചെറിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഡൽഹി ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണുള്ളത്. ഡൽഹിയിൽ ഉൾപ്പെടെ ഇന്ന് മഴ പെയ്യുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലും ബീഹാറിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഉത്തർപ്രദേശിലെ താഴ്ന്ന മേഖലകളിലൊക്കെ ഇപ്പോഴും വെള്ളം കയറിയ നിലയിൽ തന്നെയാണ്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാലവർഷക്കെടുതിയിൽ ഇതുവരെ ഉത്തർപ്രദേശിൽ മാത്രം 18 പേരാണ് മരിച്ചതെന്ന ഒരു വിവരം കൂടി ലഭ്യമായിരിക്കുന്നു. ഒപ്പം ഡൽഹിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ യെല്ലോ അലർട്ട് തുടരുകയാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ എന്നിവിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. പാട്നയിലെ കൃഷ്ണഘട്ട് വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിയൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മധ്യപ്രദേശിൽ കാലവർഷക്കെടുതിയിൽ ഇതുവരെ 252 പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. ഒപ്പം തന്നെ 53 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഈ മേഖലകളിൽ. ഇവിടെ 3628 പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോൾ കഴിയുന്നത്. 128 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്ന വിവരം ലഭ്യമാകുന്നുണ്ട്. എല്ലാ ഈ സംസ്ഥാനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. താങ്ക് യു വിനീത വിജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.